ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ് എൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിൽ. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം ന്യൂഡൽഹിയിൽ ചേർന്നു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ അമിത്ഷാ, എസ് ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും മുകുൾ വാസ്നിക്, ജോൺ ബ്രിട്ടാസ് തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും പങ്കെടുത്തു. പാർലമെന്റ് സമുച്ചയത്തിലായിരുന്നു യോഗം. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് പാസാക്കി. ഇന്നലെ ലോക്സഭ പാസാക്കിയ ബില്ലിന് രാജ്യസഭ ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. ചർച്ചകൾക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ സഭയിൽ മറുപടി നൽകി. 2025 ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് ഭേദഗതി ബില്ലും ലോക്സഭ പരിഗണിച്ചു. ധനകാര്യ ബിൽ 2026 ലോക്സഭ ശബ്ദ വോട്ടോടെ പാസാക്കി. 2026 സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ബിൽ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. പാർലമെന്റിന്റെ ഇരുസഭകളും വരുന്ന ശനി, ഞായർ ദിവസങ്ങളിൽ യോഗം ചേരില്ലെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. ധനബിൽ പാസാക്കൽ സുപ്രധാനമായതിനാൽ വാരാന്ത്യത്തിൽ ഇരുസഭകളും ചേരുമെന്ന് നേരത്തെ തീരുമാനിച്ചിരുന്നു. എന്നാൽ നാളെ അവധിയായതിനാൽ പാർലമെന്റ് യോഗം ചേരില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പിന് ഇനി 15 ദിവസങ്ങൾ മാത്രം. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി ലേഖൻ സ്മിതി എം പള്ളുരുത്തി. ഇന്ന് വൈകിട്ടത്തെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലങ്ങളിലായി 985 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. 357 പത്രികകളാണ് നിരസിച്ചിട്ടുള്ളത്. ചില സ്ഥാനാർത്ഥികൾ ഒന്നിലധികം പത്രികകൾ സമർപ്പിച്ചിട്ടുള്ളത് കൂടി കണക്കിലെടുക്കുമ്പോൾ 1757 പത്രികകളാണ് ആകെ സ്വീകരിച്ചിട്ടുള്ളത്. 11 പേർ ഇതിനകം പത്രിക പിൻവലിച്ചിട്ടുമുണ്ട്. പത്രിക പിൻവലിക്കൽ അടക്കമുള്ള ഔപചാരിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഉള്ളപ്പോഴും മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമായി മുന്നേറുകയാണ്. സംസ്ഥാനത്ത് അടുത്ത മാസം 9 വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് 4 നടക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണവും സംസ്ഥാനത്ത് ആവേശകരമായി പുരോഗമിക്കുന്നു. മുതിർന്ന നേതാക്കളെ അടക്കം എത്തിച്ചുള്ള പ്രചാരണവുമായി രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് പോവുകയാണ്. മുഖ്യമന്ത്രിയും മുതിർന്ന CPM നേതാവുമായ പിണറായി വിജയൻ ഇന്ന് കോട്ടയത്ത് LDF പ്രചാരണ പരിപാടികൾ പങ്കെടുത്തു. മല്ലികാർജ്ജുൻ ഖാർഗെ, സച്ചിൻ പൈലറ്റ് എന്നീ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കോഴിക്കോട് ബീച്ചിൽ നടന്ന UDF റാലിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഈ മാസം 29 തൃശൂരും പാലക്കാടും പ്രചാരണത്തിനെത്തും. പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ VD സതീശൻ ഇന്ന് ഒറ്റപ്പാലത്ത് പ്രചാരണം നടത്തി. കേന്ദ്ര സഹമന്ത്രിയും BJP നേതാവുമായ സുരേഷ് ഗോപി നാളെ കോഴിക്കോട് റോഡ് ഷോയിൽ പങ്കെടുക്കും. ശക്തമായ പ്രചാരണമാണ് സംസ്ഥാനത്തെ എല്ലാ മണ്ഡലങ്ങളിലും നടക്കുന്നത്. കടുത്ത ചൂടിനെ അവഗണിച്ചും മികച്ച ജനപങ്കാളിത്തമാണ് പ്രചാരണ യോഗങ്ങളിൽ ദൃശ്യമാകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മലപ്പുറം ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ അറിയിച്ചു. ജില്ലയിലെ വോട്ടർ പട്ടിക, പോളിംഗ് സ്റ്റേഷനുകൾ, ഉദ്യോഗസ്ഥരുടെ വിന്യാസം, സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവയും പൂർത്തിയായി. ജില്ലയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം 36,32,210 ആണ്. 3,682 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. 15 ഇടങ്ങളിലായി 43 ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും മലപ്പുറം ജില്ലാ കളക്ടർ അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയായതായി ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. ആകെ 21,76,984 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. മാർച്ച് 15 വരെ അപേക്ഷ നൽകിയവരെ അന്തിമ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് കളക്ടർ അറിയിച്ചു. 180 നോമിനേഷനാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടായിരുന്നത്. അതിൽ 117 കാൻഡിഡേറ്റുകളിലും 88 കാൻഡിഡേറ്റുകളുടെ നോമിനേഷനാണ് നമ്മൾ സ്വീകരിച്ചത്. 29 റിജക്റ്റ് ആയിട്ടുണ്ട്. ഇന്ന് വിഡ്രോവലിന് ഇനിയും സമയമുണ്ട്. അതിനുശേഷം ഈ കണക്കുകൾ മാറും. ജില്ലയിൽ ഇലക്ഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് നമ്മുടെ വോട്ടിംഗ് മെഷീനുകളുടെ കാര്യങ്ങളിൽ നമ്മൾ ആദ്യത്തെ റാൻഡമൈസേഷൻ ശേഷം എല്ലാ മെഷീനുകളും നമ്മൾ അതത് റിട്ടേണിംഗ് ഓഫീസർമാരെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവിടെ വെച്ചിട്ടായിരിക്കും ഇനി കമ്മീഷനിങ്ങും മറ്റും നടക്കാൻ പോകുന്നത്. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് 3 കൗണ്ടിംഗ് സെന്ററുകളാണ് നമ്മുടെ ജില്ലയിൽ ഉണ്ടാവുക. അതിന്റെയും സജ്ജീകരണങ്ങൾ തുടങ്ങാൻ ആയിട്ടുണ്ട്. അതിനുള്ള ജോയിന്റ് ഇൻസ്പെക്ഷൻ അടക്കം ഒബ്സർവർമാരുടെ നേതൃത്വത്തിൽ നടക്കുന്നതായിരിക്കും.
കോട്ടയം ജില്ലയിൽ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ആദ്യഘട്ട പരിശീലനം നാളെ പൂർത്തിയാകും. നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ 9 കേന്ദ്രങ്ങളിലാണ് പരിശീലനം നടക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. രാജ്യത്ത് മതിയായ അളവിൽ ക്രൂഡ് ഓയിൽ ശേഖരമുള്ളതായും റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നതായും കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ. പെട്രോൾ പമ്പുകളിൽ ഇന്ധനം എത്തിക്കുന്ന ടെർമിനലുകളിൽ ആവശ്യത്തിന് സ്റ്റോക്കുണ്ടെന്നും ന്യൂഡൽഹിയിൽ നടന്ന അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തിൽ അവർ അറിയിച്ചു. പെട്രോൾ ഡീസൽ വിലയിൽ വർധനയുണ്ടായിട്ടില്ലെന്നും തെറ്റായ വാർത്തകളിൽ വിശ്വസിക്കരുതെന്നും ശ്രീമതി സുജാത ശർമ്മ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ LPG ഉപഭോക്താക്കൾക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. കേന്ദ്ര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കരിഞ്ചന്ത, അധിക വില ഈടാക്കൽ എന്നിവ ശ്രദ്ധയിൽപ്പെട്ടാൽ അറിയിക്കാൻ ജില്ലകളിൽ നമ്പറുകളും സജ്ജമാക്കിയിട്ടുണ്ട്. LPG വിതരണവുമായി ബന്ധപ്പെട്ട നടപടികൾ ഏകോപിപ്പിക്കുന്നതിനും നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ സ്റ്റേറ്റ് ക്രൈസിസ് മാനേജ്മെന്റ് സമിതി രൂപീകരിച്ചിട്ടുണ്ട്. മുൻഗണനാ മേഖലകളുടെ LPG ആവശ്യകത പൂർണ്ണമായും നിറവേറ്റും. അർദ്ധ മുൻഗണനാ മേഖലകൾക്ക് പ്രത്യേക ഇളവ് നൽകി യഥാർത്ഥ ആവശ്യകതയുടെ 40% ലഭ്യമാക്കും. ഇറാനുമായി സമാധാന ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാദത്തെ തള്ളി ഇസ്ലാമാബാദിലെ ഇറാൻ അംബാസഡർ റസ അമിരി മെഗാദം. വാഷിംഗ്ടണിനും ടെഹ്റാനും തമ്മിൽ അത്തരത്തിൽ യാതൊരു ചർച്ചയും നടന്നിട്ടില്ലെന്ന് റസ അമിരി മെഗാദം പറഞ്ഞു. അമേരിക്കയുടെ ചതിയുടെ ഫലമാണ് നിലവിലെ യുദ്ധമെന്നും പാകിസ്ഥാനിലെ ഇറാൻ അംബാസഡർ പ്രതികരിച്ചതായി IRNA റിപ്പോർട്ട് ചെയ്തു. ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സമാധാന ചർച്ചകൾ സംബന്ധിച്ച വാർത്തകൾ ഐക്യരാഷ്ട്രസഭയിലെ ഇസ്രായേലിന്റെ പ്രതിനിധി ഡാനി ഡാനോ നേരത്തെ തള്ളിയിരുന്നു. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല, പക്ഷിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റിന്റെ അധ്യക്ഷതയിൽ വിവിധ വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്നു. ഷിഗല്ലയുമായി ബന്ധപ്പെട്ട് 13 പോസിറ്റീവ് കേസുകളാണ് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത്. പക്ഷിപ്പനി റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ പക്ഷികളെ കൊല്ലുന്ന പ്രവൃത്തി പൂർത്തീകരിച്ചതായി മൃഗസംരക്ഷണ വകുപ്പ് അറിയിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉയർന്ന ചൂട് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കൊല്ലം, കോട്ടയം, പാലക്കാട് ജില്ലകളിൽ നാളെ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട്. അൾട്രാവയലറ്റ് സൂചിക ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദേശീയ ഗീതമായ വന്ദേമാതരം നാളെ രാവിലെ മുതൽ ആകാശവാണിയിൽ പൂർണ്ണമായി പ്രക്ഷേപണം ചെയ്യും. സ്വാതന്ത്ര്യാനന്തരം എന്നും രാവിലെ ആകാശവാണി സ്റ്റേഷനുകൾ വന്ദേമാതരത്തിന്റെ 2 ഭാഗം മാത്രമാണ് പ്രക്ഷേപണം ചെയ്തിരുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സമീപകാല മാർഗനിർദ്ദേശം കണക്കിലെടുത്താണ് ദേശീയഗീതത്തിന്റെ പൂർണ്ണരൂപം പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ചതെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. പ്രശസ്ത ഹിന്ദി ക്ലാസിക്കൽ ഗായകൻ പണ്ഡിറ്റ് ചന്ദ്രശേഖർ വാസെ ആലപിച്ച പതിപ്പാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. ആദ്യ ഖേലോ ഇന്ത്യ ട്രൈബൽ ഗെയിംസിന് ഛത്തീസ്ഗഡിൽ തുടക്കമായി. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഗെയിംസ് ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ 3 വരെ നീളുന്ന ഗെയിംസിൽ അത്ലറ്റിക്സും നീന്തലും ഉൾപ്പെടെ 7 കായിക ഇനങ്ങളിലാണ് മത്സരം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 3000-ലധികം ഗോത്രവർഗ അത്ലറ്റുകൾ ഗെയിംസിൽ പങ്കെടുക്കും. പ്രശസ്ത ബാലസാഹിത്യകാരൻ PI ശങ്കരനാരായണൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് വൈകുന്നേരം 5 മണിയോടെയായിരുന്നു അന്ത്യം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ സർജിക്കൽ ICUവിൽ ഉണ്ടായ തീപിടുത്തത്തെ തുടർന്ന് ICUവിൽ നിന്ന് മാറ്റിയ 5 രോഗികൾ മരിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ചേർന്നു. ട്രാൻസ്ജെൻഡർ അവകാശ സംരക്ഷണ ഭേദഗതി ബിൽ പാർലമെന്റ് ഇന്ന് പാസാക്കി. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിൽ. നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.